ഐൻ ജാലൂത്തിലെ കനത്ത പരാജയത്തിനു ശേഷം ഹുലാക്കു ഖാൻ മംലൂക്കുകളോട് പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു വൻ സൈനിക സന്നാഹം തന്നെ നടത്താൻ തുടങ്ങി. എന്നാൽ ഇതിനിടയിൽ കാര്യങ്ങളുടെ ഗതി തന്നെ മാറ്റിമറിച്ച ചില തീരുമാനങ്ങൾ മംഗോൾ സാമ്രാജ്യത്തിനകത്തുണ്ടായി. മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ചെങ്കിസ് ഖാൻ മരണപ്പെടുന്നത് AD 1227 തന്റെ മരണത്തിന് മുമ്പ് തന്നെ സാമ്രാജ്യം 4 മക്കൾക്കും ഭാഗിച്ചു നൽകിയിരുന്നു. മൂത്തപുത്രൻ ജോജി ഖാന് സൈബീരിയയിലെ അർത്തിഷ് നദി മുതൽ ദക്ഷിണ റഷ്യ വരെയുള്ള പ്രദേശങ്ങളാണ് നൽകിയത്. എന്നാൽ ചെങ്കിസ് ഖാന്റെ മരണത്തിന് 6 മാസം മുമ്പ് തന്നെ ജോജി ഖാൻ മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ബാത്തു ഖാനാണ് അത് ലഭിച്ചത്. തൊട്ടടുത്ത പുത്രൻ ചുക്തൈ ഖാന് തുർക്കിസ്ഥാനും മാവറ അന്നഹറുമാണ് നൽകിയത്. മൂന്നാമത്തെ പുത്രൻ ഉഗ്ദൈ ഖാന് മംഗോളിയയുടെ പടിഞ്ഞാറുള്ള മുഴുവൻ പ്രദേശങ്ങളുമായിരുന്നു. ഏറ്റവും ഇളയ പുത്രൻ തുലൈ ഖാന് മംഗോളിയയും സൈന്യത്തിന്റെ സിംഹഭാഗവുമാണ് നൽകിയത്. ഇദ്ദേഹത്തിന്റെ പുത്രനാണ് ഹുലാക്കു ഖാൻ. ചെങ്കിസ് ഖാന്റെ മരണത്തിന് ശേഷം ഉഗ്ദൈ ഖാനാണ് അടുത്ത ഭരണാധികാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റു സഹോദരന്മാർ തങ്ങളുടെ പ്രദേശങ്ങളിൽ സ്വയംഭരണാവകാശമുണ്ടെങ്കിലും ഉഗ്ദൈ ഖാന്റെ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നു. എന്നാൽ AD 1236 ബാത്തു ഖാൻ 3 ലക്ഷത്തോളം വരുന്ന സൈനികരുമായി റഷ്യ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. തുടർന്ന് പോളണ്ട്, ബൾഗേറിയ, ജർമ്മനിയുടെ പല ഭാഗങ്ങളും കീഴടക്കി. വോൾഗ നദിയുടെ കിഴക്കേ തീരത്ത് സറായ നഗരം തലസ്ഥാനമാക്കിയാണ് ബാത്തു ഖാൻ ഭരണകൂടം പുനഃസ്ഥാപിച്ചത്. ഗോൾഡൻ ഹോർഡ് എന്നായിരുന്നു ഇതിന്റെ പേര്. AD 1256 ബാത്തു ഖാൻ അന്തരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ബുറാഖ ഖാനാണ് അധികാരമേറ്റത്. ബുറാഖ ഖാൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. മംഗോളിയൻ സാമ്രാജ്യത്തിലെ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആദ്യത്തെ പ്രമുഖനാണ് അദ്ദേഹം. ഇസ്ലാം മത വിശ്വാസിയായ ബുറാഖ ഖാൻ ഗോൾഡൻ ഹോർഡ് സാമ്രാജ്യത്തിന്റെ അധിപനായതോടെ ധാരാളം ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഈ സമയം വോൾഗ തീരത്തുള്ള മംഗോളുകൾക്കിടയിൽ ഇസ്ലാം ദ്രുതഗതിയിലാണ് വേരോട്ടമുണ്ടായത്. ഇതേ സമയത്താണ് ഹുലാക്കു ഖാൻ ബഗ്ദാദ് ആക്രമിക്കാൻ തുടങ്ങുന്നത്. ഈ സമയം ബുറാഖ ഖാന്റെ നേതൃത്വത്തിൽ അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഹുലാക്കു ഖാൻ ചെവികൊണ്ടില്ല. ഇതോടുകൂടെ ബുറാഖ ഖാനും ഹുലാക്കു ഖാനും ഇടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തു. തുടർന്ന് ഹുലാക്കു ഖാൻ സിറിയയും ഈജിപ്തും ആക്രമിച്ചതോടെ ബുറാഖ ഖാൻ മംഗോളുകളുടെ കേന്ദ്രഭരണത്തിന്റെ മേൽക്കോയ്മ നിരാകരിച്ചുകൊണ്ട് ബന്ധം അവസാനിപ്പിച്ചു. ഇതിനിടയിൽ 1262 ബഗ്ദാദിലെ അബ്ബാസി ഖലീഫയായിരുന്ന സാഹിർ ബില്ലയുടെ പുത്രൻ അബ്ദുൽ ഖാസിം അഹമ്മദ് ബഗ്ദാദിലെ മംഗോളുകളുടെ തടവറയിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട് ഈജിപ്തിലെത്തി. അക്കാലത്തെ പ്രസിദ്ധ ഈജിപ്ഷ്യൻ പണ്ഡിതനായിരുന്ന ഇസുദ്ദീൻ അബ്ദുസ്സലാമിന്റെ നേതൃത്വത്തിൽ ബേബറസ് അദ്ദേഹത്തെ മുസ്ലിം ലോകത്തിന്റെ ഖലീഫയായി പ്രഖ്യാപിച്ചു. ബഗ്ദാദിൽ തകർന്നടിഞ്ഞ അബ്ബാസി ഖിലാഫത്ത് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ബേബറസ് ഈജിപ്തിൽ പുനഃസ്ഥാപിച്ചു. തുടർന്ന് ബുറാഖാൻ മംലൂക്കുകളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും അബ്ബാസി ഖിലാഫത്ത് അംഗീകരിക്കുകയും ചെയ്തു. ഐൻ ജാലൂത്ത് യുദ്ധനായകൻ സൈഫുദ്ദീൻ ഖുതുസിന്റെ വിയോഗത്തിന് ശേഷം മലിക് സാഹിർ ബേബറസ് ആണ് ഈജിപ്തിൽ മംലൂക്ക് ഭരണാധികാരിയായി അധികാരമേറ്റത്. ബേബറസ് ഒരു നേതാവ് മാത്രമായിരുന്നില്ല, ബുദ്ധിമാനും നീതിനിഷ്ഠനുമായ ഭരണാധികാരി കൂടിയായിരുന്നു. വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമികാധ്യാപനങ്ങൾ പാലിക്കുകയും ഭരണതലത്തിൽ അത് നടപ്പിലാക്കുവാനും പരമാവധി ശ്രമിച്ചിരുന്നു. രാജ്യത്തെ കോടതികളുടെ പ്രവർത്തനം നീതിയുക്തവും കാര്യക്ഷമവുമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. മദ്യത്തിന്റെ ഉൽപാദനവും ക്രിയവിക്രിയങ്ങളും അദ്ദേഹം നിരോധിച്ചു. ഹജ്ജിന് മുമ്പായി ഈജിപ്തിൽ നിന്ന് കഅബയുടെ കില്ല കൊണ്ടുപോകുന്ന ചടങ്ങിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. മഹ്മൽ എന്ന പേരിലാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. AD 1262 മംലൂക്കുകളോട് പകരം ചോദിക്കാൻ ഹുലാക്കു ഖാൻ സൈനിക നീക്കം ത്വരിതപ്പെടുത്തിയതോടെയാണ് ബുറാഖ ഖാനും ഹുലാക്കു ഖാനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നത്. ബുറാഖ ഖാന്റെ സൈന്യം അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ നെഗൈ ഖാന്റെ നേതൃത്വത്തിൽ ഹുലാക്കു ഖാന്റെ ഭരണപ്രദേശങ്ങളിൽ നിരവധി തവണ ആക്രമണങ്ങൾ നടത്തി. ഈജിപ്തിലെ മംലൂക്കുകൾക്കെതിരെ ആക്രമണം നടത്താൻ സജ്ജരായിരുന്ന പടയുമായി ഹുലാക്കു ഖാൻ ബുറാഖ ഖാനെതിരെ പ്രത്യാക്രമണവും ആരംഭിച്ചു. അതോടുകൂടി ചരിത്രത്തിൽ മംഗോൾ അധിനിവേശങ്ങളുടെ തിരശീല വീഴുകയായിരുന്നു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സാമ്രാജ്യങ്ങൾ കടപുഴക്കിയ മംഗോൾ ഏകാധിപതി ചെങ്കിസ് ഖാന്റെ പിൻതലമുറക്കാർ പരസ്പരം വാളെടുത്തു പോരാടാൻ തുടങ്ങി. ആഭ്യന്തര സംഘർഷങ്ങളിലും അന്തഛിദ്രതകളിലും ആടിയുലഞ്ഞ മംഗോൾ സാമ്രാജ്യത്തിന്റെ പഴയ പ്രതാപത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയതോടെ ബേബറസിന്റെ നേതൃത്വത്തിലുള്ള മംലൂക്കുകൾ ദമസ്കസും അലപ്പോയും അടങ്ങുന്ന സിറിയ കീഴടക്കി. ഡമസ്കസും അലപ്പോയും കീഴടക്കിയ മംലൂക്കുകളുടെ അടുത്ത ലക്ഷ്യം സിറിയൻ തീരങ്ങളിലെ കുരിശുയുദ്ധക്കാരായിരുന്നു. അക്കാലത്ത് സിറിയൻ തീരപ്രദേശങ്ങൾ കുരിശുയുദ്ധക്കാരുടെ കയ്യിലായിരുന്നു. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം അവർക്ക് നിർലോഭം സഹായവും എത്തിയിരുന്നു.
മംലൂക്കുകൾ ശക്തമായൊരു സൈന്യത്തെ സംഘടിപ്പിച്ച് അതിശക്തമായ ആക്രമണത്തിലൂടെ കുരിശുപടയെ തകർത്തു തരിപ്പിണമാക്കി സിറിയൻ തീരം പൂർണ്ണമായും കീഴടക്കി. ഇതേ കാലയളവിൽ തന്നെ ഈജിപ്തും സിറിയയും കീഴടക്കാൻ ഹുലാക്കു ഖാനെ സഹായിച്ച അന്താക്കിയയും ബേബറസ് കീഴടക്കി. AD 1263 ഹുലാക്കു ഖാന്റെ നേതൃത്വത്തിൽ കാസ്പിയൻ കടലിന്റെയും ചെങ്കടലിന്റെയും ഇടയിലുള്ള കാക്കസ് ഭാഗത്തേക്ക് ബുറാഖ ഖാനെതിരെ സൈനിക നീക്കം നടത്തി. എന്നാൽ കനത്ത പരാജയമായിരുന്നു ഹുലാക്കു ഖാനെ കാത്തിരുന്നത്. തുടർന്ന് കാര്യമായ സൈനിക നീക്കങ്ങളൊന്നും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് രോഗബാധിതനായ ഹുലാക്കു ഖാൻ AD 1265 ഫെബ്രുവരി 8 സരിഹേൻ നദിയുടെ തീരത്ത് വെച്ച് മരണപ്പെടുകയാണുണ്ടായത്. തൊട്ടടുത്ത ഷാഹി ഐലൻഡിൽ അദ്ദേഹത്തെ മറവു ചെയ്യുകയും ചെയ്തു. 600ഓളം വർഷം പഴക്കമുള്ള അബ്ബാസി ഖിലാഫത്ത് തകർത്തെറിഞ്ഞ മംഗോളുകളുടെ വീരനായകന്റെ അന്ത്യം അത്ര ശുഭകരമായിരുന്നില്ല. ഇന്ന് ബേബറസ് സിറിയയും ഈജിപ്തും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനാണ്. തന്റെ രാജ്യത്തിന്റെ തെക്കൻ അതിർത്തി സുഡാൻ വരെ വ്യാപിപ്പിച്ചു. വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കുതിച്ച ബേബറസ് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ പ്രസിദ്ധനും മംലൂക്ക് സാമ്രാജ്യത്തിലെ വീരനായകനുമായി. രാജ്യത്തുടനീളം പൊതുക്ഷേമ പ്രവർത്തനങ്ങളും കനാലുകളും പൊതുനിരത്തുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പണിതു. 1260 മുതൽ മംലൂക്ക് സാമ്രാജ്യത്തിന്റെ അധിപനായി പടനയിച്ച അദ്ദേഹം AD 1277 ദമസ്കസിൽ വെച്ച് മരണപ്പെട്ടു. മൃതദേഹം ദമസ്കസിലെ അദ്ദേഹം തന്നെ സ്ഥാപിച്ച അക്കാലത്തെ പ്രസിദ്ധമായ ഗ്രന്ഥാലയത്തോട് ചേർന്ന് തന്നെ മറവ് ചെയ്തു. ചരിത്രത്തിൽ പലപ്പോഴും വിചിത്രമായ സംഭവവികാസങ്ങൾ കാണാറുണ്ട്. മംഗോളുകളുടെ കാര്യത്തിലും മറിച്ചല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ തകർത്തു തരിപ്പിണമാക്കിയ ചെങ്കിസ് ഖാനും പുത്രന്മാരും ദശലക്ഷക്കണക്കിന് നിരപരാധികളായ മുസ്ലിങ്ങളെയാണ് കൂട്ടക്കശാപ്പ് നടത്തിയത്. എന്നാൽ ചെങ്കിസ് ഖാന്റെ പൗത്രന്മാരുടെ കാലമെത്തിയപ്പോഴേക്കും കാര്യങ്ങളുടെ ഗതിയെല്ലാം മാറി. മവാറ അന്നഹറും തുർക്കിസ്ഥാനും ഉൾപ്പെടുന്ന ചുക്തായ് ഭരണത്തിന്റെ അധിപനായിരുന്ന ചെങ്കിസ് ഖാന്റെ പൗത്രൻ ബൈദർ 1266 അധികാരമേൽക്കുന്നത്. തുടർന്ന് 2 വർഷത്തിനു ശേഷം ഗിയാസുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു ഇസ്ലാം മതം ആശ്ലേഷിച്ചു. 1270 മരണപ്പെട്ട അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരായി വന്ന ചില ഭരണാധികാരികൾ പാരമ്പര്യ മതത്തിൽ തന്നെ ഉറച്ചുനിന്നു. എന്നാൽ 1324 അധികാരത്തിലേറിയ ഖാൻ താർമിഷ്രീൻ അലാവുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചതോടെ ചുക്തായ് വംശം മുസ്ലിങ്ങളായി തന്നെ നിലനിന്നു. തുടർന്ന് AD 1343 അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനായി വന്ന ഖാസാ ഖാന്റെ കാലത്ത് ചുക്തായ് മംഗോളുകൾക്കിടയിൽ ഇസ്ലാമിന്റെ വൻ പ്രചാരണമാണ് ലഭിച്ചത്. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം AD 1347 അധികാരത്തിലേറിയ തുഗ്ലക് തിമൂറിന്റെ കാലമെത്തിയപ്പോഴേക്കും ചുക്തായ് രാജ്യത്തിലെ മുഴുവൻ മംഗോളുകളും ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. ഏറെ താമസിയാതെ റഷ്യയിലെ കിപ്ചാക്കിലെ മംഗോളുകളും ഇറാനിലെ ഏൽ വംശക്കാരായ മംഗോളുകളും പൂർണ്ണമായും ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി ഇസ്ലാം മതം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതിനു ശേഷം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതും കൂട്ടക്കുരുതിക്കിരയായതും മംഗോൾ ഭരണാധികാരിയായ ചെങ്കിസ് ഖാനിലൂടെയും അദ്ദേഹത്തിന്റെ 4 പുത്രന്മാരിലൂടെയുമായിരുന്നു. എന്നാൽ വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ചെങ്കിസ് ഖാന്റെ 2 പുത്രന്മാരുടെ പിൻതലമുറക്കാർ പൂർണ്ണമായും ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും അതിന്റെ പരിപാലകരും വക്താക്കളുമാകുന്ന വിചിത്രമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രം പലപ്പോഴും അങ്ങനെയാണ്. വിചിത്രമായ പല പ്രതിഭാസങ്ങളും നമുക്കതിൽ കാണാൻ കഴിയും.